അപ്പൊ ഞങ്ങള് പോവാണ്, ഊട്ടി പോയിട്ട് വരാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, എല്ലാ സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ ബാക്കിലാക്കി വെക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടേക്ക് എത്താനുള്ളത്. അപ്പം ഞങ്ങൾ രാത്രി ആയിട്ടാണ് പോകണു. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മമ്മ എനിക്ക് എല്ലാം അതാത് സ്ഥലത്ത് വെക്കുകയാണ്. അപ്പം ഞങ്ങളൊരു സീറ്റിലിരുന്നു, ബാക്കിയുള്ളവർ ഓരോരോ സീറ്റിലിരുന്നു. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകണം. ഞങ്ങൾ കൊല്ലം കൂടുമ്പോൾ അങ്ങനെ ട്രിപ്പ് പോകാറൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒരു സീറ്റിലിരിക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിൽ പോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. ഇതെൻ്റെ അമ്പിളി വല്യമാണ്, അത് ജിയ ചേച്ചി, എൻ്റെ അമ്മ, പിന്നെ ഇത് വീഡിയോക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ഇത് ശ്രീകുട്ടനാണ്, ശ്രീകുട്ടൻ, ശ്രീരാം എന്നാണ് എൻ്റെ പേര്. പിന്നെ ഇത് നീനു നീയ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും വ്ളോഗിലാണ് ഇടാറുണ്ട്. ഉണ്ണിച്ചക്കനാണ്, അമൽ എന്നാണ് പേര്. ഞാൻ ഉണ്ണിച്ചക്കനെ വിളിച്ച് ശീലമായി. പിന്നെ ഞങ്ങൾ ഓണായിട്ടാണ് നല്ല ഡാൻസും പാട്ടും ഒക്കെ വെച്ച് DJ ചെയ്യും. പിന്നെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കാം. ഞാൻ കുറച്ച് നേരം ഒരു മൂലയിൽ പോയിരുന്നു. പിന്നെ ഞാനും കളിച്ചു തുടങ്ങിയിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ബസ്. നല്ല രസമുണ്ട്. ട്രാവലറാണ്, നല്ല രസമുണ്ട് ഈ ട്രാവലർ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ പാട്ടിനൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതൊരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞങ്ങൾ പാട്ട് വയ്ക്കാതെ. ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ ഊട്ടിയിൽ. അപ്പോൾ ഞങ്ങളുടെ ഡാൻസുകളെല്ലാം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങളൊരു മഹാരാജാവ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് എത്തിയത്. അപ്പോൾ ഗായ്സ് അവിടെ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കോട്ടിടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പുലർച്ചെയാണ് എത്തിയത്. നല്ല തണുപ്പാണ്, എല്ലാവരും കോട്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല തണുപ്പായിട്ട് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കും. അമ്പിളി വല്യമ്മ അവരൊന്നും കോട്ടെടുത്തില്ല, അതുകൊണ്ട് അവരൊന്നും ഇട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇട്ടു. ഞാനും റിക്കൊക്കെ അവിടെ കളിക്കായിരുന്നു. പിന്നെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ വ്യൂ ഒക്കെ കാണാൻ വന്നത്. ഊട്ടിയിലത്തെ രാവിലത്തെ വ്യൂ നല്ല രസമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഞാൻ പറഞ്ഞപ്പോ അല്ല, ഇതൊക്കെ ചായ കുടിച്ചിട്ട് മതിയായിരുന്നു. ഇതൊക്കെ തിന്നും ചെയ്യുന്നു. കോർഡിനേറ്റർ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ആദ്യം കാണാൻ പോയത് ഫ്ലവർ ഷോയ്ക്കാണ്. എല്ലാവരും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഉള്ളിൽ കയറി. അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ കാഴ്ചകൾ. നല്ല രസമാണ്. എവിടെ നോക്കിയാലും പൂക്കളാണ് ഗായ്സ്. അതും നല്ല വെറൈറ്റി പൂക്കളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ശരിക്കും. ലില്ലിയുടെ പലതരം കളേഴ്സൊക്കെ ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്ലവേഴ്സ് അല്ലേ. എനിക്കിതൊക്കെ പൊട്ടിക്കണം എന്നുണ്ട്, പക്ഷെ ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും ഈ ഫ്ലവേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഈ ഫ്ലവേഴ്സ് കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വേറെ വേറെ ഭാഗത്താണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് തന്നെ അടിപൊളിയാക്കിയിട്ടാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ടോ ഇവിടെ ഊട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്ലവർ ഷോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കൊട്ടാരം കേട്ടോ. ഇതുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്. പണ്ട് കാലത്ത് ഏതൊരു കൊട്ടാരമാണ്. അതിൽ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഡാൻസും കളിക്കാൻ. എനിക്ക് നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ അരയിലൊക്കെ കെട്ടി വെച്ചേക്കാണ്. ഞാൻ ഇവരെ കണ്ടിട്ടാണ് ഞാൻ കുറേ കെട്ടുന്നത് കേട്ടോ. എന്നിട്ട് കുറേ
പിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അടുത്ത സെക്ഷനിൽ പല ആൾക്കാർ പല ദിക്കിലൊക്കെ ആയിട്ടാണ് പോണത്. എന്താന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ അവിടെ നല്ല വൈബാട്ടാ. ഫ്ലവർ ഷോയിൽ തന്നെ അവിടെ തന്നെ ഫ്ലവർ മാത്രമല്ല ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ബുഷ് കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മൊയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നീങ്ങിയപ്പോൾ ഒരു സൈക്കിൾ കണ്ടു, പിന്നെ ടോം ആൻഡ് ജെറിയുടെ ഇത് കണ്ടു, പിന്നെ അതാ ഒരു ഷെഫിൻ്റെ എന്തോ ഒരു സാധനം അവർക്കത് സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലത്തായതുകൊണ്ട് ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് കണ്ടോ, ഞാൻ ഓടിപ്പോണത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ ഊട്ടിക്ക് വരുമ്പോൾ ഈ ഫ്ലവർ ഷോ കാണാൻ മറക്കരുത് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ പാർക്കിലിരിക്കാൻ നല്ല രസമാട്ടോ. കുറേ സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞ പാർക്ക്. ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. ഇവിടെ നല്ല രസമാണ്. പിന്നെ അവിടെ വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങൾ? ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ എവിടെയാണ് നിങ്ങൾ കാണാൻ കിട്ടുക? ഈ ലില്ലി എല്ലാം വാടിപ്പോയി ഗൈസ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നടന്നൊരു വിധം ആയപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷന് പോവാണ്. അപ്പോൾ വണ്ടിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ യൂട്ടേൺ അടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കാണ് ഞങ്ങൾ ഊട്ടിപ്പൂ കണ്ടത്. പിന്നെ പെട്ടെന്ന് ലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ടോക്കൺ എടുക്കാൻ പോവാണ്, എല്ലാവർക്കുമായിട്ട് ടോക്കൺ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം നടന്ന് വയ്യാണ്ടായിട്ടാണ്. ഇത് പറയണ്ടേ, ലേക്കിലെത്തി. ഇത് ബോട്ട് ഹൗസാണ്, ബട്ട് ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി. ഇവിടെ കണ്ട ഐ ലവ് ഊട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡും സ്നാക്സും ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. എല്ലാം വണ്ടിയിലെത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു, ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ പിന്നെ അവരവിടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ കുറേ ഫോട്ടോസ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എടുക്കായിരുന്നു. പിന്നെ അതിൻ്റെ അവിടെ ഊട്ടിയുടെ അവിടെ ഒരു പാലുണ്ടായിരുന്നു. ആ പാലത്തിൽ ഞങ്ങൾ കയറിയില്ല, അതിന് എല്ലാത്തിലും ടിക്കറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബോട്ടിൻ്റെ അവിടേക്കൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും നടക്കണം. പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കേരള സ്റ്റൈൽ ബിരിയാണി, പിന്നെ ഞങ്ങൾ കുതിരേനെയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. കയറണമെന്നുണ്ട്, ബട്ട് നല്ല പൈസ. പിന്നെ ഞങ്ങൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ എത്തി. മലയാളത്തിലാണ് നമ്മൾ പൈൻകാട് എന്ന് പറയാം. പൈൻ ഫോറസ്റ്റിലെത്തി. ഞങ്ങൾ ഇത് ഭയങ്കര മറ്റേ കൊടൈക്കനാലിലുണ്ടായി. നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ അതേപോലത്തെ ഒരു ടൈപ്പ് സ്ഥലമാണിത്. നല്ല രസമുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കയറുമ്പോഴാണ് കുഴപ്പം. ഞങ്ങളവിടെ കുറേ കുതിരകൾ തന്നെ കണ്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ യൂണിക്കോണെന്ന് വിചാരിച്ചു, പിന്നെയാണ് കുതിരകളെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ മറ്റേ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനും റിക്കും കൂടിയിട്ട് കളിക്കായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിടന്നു. പിന്നെ കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ അറിയാണ്ട് ഞാൻ കല്ലിൻ്റെ അവിടെ ഇരിക്കണ ഞാനൊന്ന് ലേക്കിൽ നോക്കിയിരിക്കുമ്പോൾ എടുത്ത. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്ന് ഓടിയിട്ടതാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്, കുറേ ഫോട്ടോസും എടുക്കാണ്. പിന്നെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോ എടുക്കാണ്, എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോ എടുക്കാണ്. അടുത്ത ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് ആണ്, ബട്ട് അത് വെയിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയില്ല. ഒരു മലയാണ്, ഭയങ്കര വെയിലായതുകൊണ്ട് കയറിയില്ല. ഞങ്ങൾ ബാക്കിൽ കാണുന്നതാണ് മല. ഞങ്ങൾ ഊട്ടി ബർക്കിയൊക്കെ മേടിച്ചു, ഊട്ടിപ്പൂവും മേടിച്ചു. ഇനി നെക്സ്റ്റ് എവിടെയാ പോയി? ഊട്ടി തേയിലത്തോട്ടത്തേക്ക് ഞാൻ അപ്പോൾ ഗൈസ് ഞങ്ങൾ തേയിലത്തോട്ടത്തേക്ക് എത്തി. ഞങ്ങൾ ടിക്കറ്റ് വാങ്ങി കയറിയപ്പോൾ തന്നെ തേനീച്ചയുടെ ഒരു വമ്പൻ കൂട്ടങ്ങൾ അങ്ങോട്ട് വന്നു. ഞങ്ങളച്ഛനെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ അവർക്കൊക്കെ പോയപ്പോൾ ഞങ്ങളിതാ വീണ്ടും കയറിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ എവിടെ പോയാലും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നാലേ നിങ്ങൾക്ക് കാണിക്കാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും.
അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ അങ്ങോട്ട് കയറിയിട്ട. ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരിച്ചു പോക്കാണ് വീട്ടിലേക്ക്. വേറെ ഒരു സ്ഥലമില്ല ഇവിടെ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുക, ഫുഡ് കഴിക്കാനൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങള് ഊട്ടി വന്നിട്ട് കോട മിസ് ചെയ്തതാണ് വിചാരിച്ചത്, പക്ഷേ കണ്ടില്ലേ റിക്കു ചേച്ചിയുടെ അടുത്ത് പോയി നിന്ന് നോക്കി, നല്ല രസത്തില്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഊട്ടി യാത്ര കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല രസമല്ല കാഴ്ച കാണാൻ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മന്തി, എനിക്ക് റിക്കും കൂടിയിട്ട് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കം എണീച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ